വളരെ പരിതാപകരമായിട്ടുള്ള ജീവിത സാഹചര്യമാണ് കേരളത്തിലെ പട്ടികജാതി പട്ടികവർഗ ജനവിഭാഗത്തിൻ്റെ. പട്ടികജാതി ക്ഷേമത്തിനു വേണ്ടി വകയിരുത്തുന്ന ഫണ്ടുകളുടെ വിനിയോഗത്തിൽ അതിഗുരുതരമായിട്ടുള്ള ക്രമക്കേടുകളും അതുപോലെ തന്നെ കൃത്യവിലോപവുമാണ് നടന്നു വരുന്നത്. അനുവദിക്കപ്പെടുന്ന ഒരു പണം പോലും ചെലവഴിക്കപ്പെടാതെ പോരുതെന്നും ജനസംഖ്യ ആനുപാതികമായി ബജറ്റിൽ നിന്നും വിഹിതം വകയിരുത്തണമെന്നും 2017 2022 കേന്ദ്ര ഗവൺമെൻറ് കർശനമായ നിർദ്ദേശങ്ങൾ സംസ്ഥാനത്ത് നൽകുകയുണ്ടായി. പുരോഗതിയിലേക്ക് ഉയർന്നു വരാനുള്ള എല്ലാ സാധ്യതയും സംസ്ഥാന ഗവൺമെൻറ് ഇല്ലാതാക്കുകയാണ്. നമസ്കാരം. BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പി സുധീർ ഇപ്പോൾ മാധ്യമങ്ങളെ കാണുകയാണ്. അദ്ദേഹം ഈ വർഷത്തെ സാമ്പത്തിക അവലോകനം, അതായത് 2024 സാമ്പത്തിക അവലോകനത്തിൽ നടന്ന ചില കണക്കുകൾ ഇപ്പോൾ വെളിപ്പെടുത്തുകയാണ്. അതായത് കേരള സംസ്ഥാന ആസൂത്രണ ബോർഡിൽ നടന്ന ചില സംഭവങ്ങളെക്കുറിച്ച് അദ്ദേഹം വിശദീകരിക്കുകയാണ്. കേരളത്തിലെ പട്ടികജാതി ജനവിഭാഗത്തിൻ്റെ ജീവിത സാഹചര്യം നമുക്കെല്ലാവർക്കും അറിവുള്ളതാണ്. വളരെ പരിതാപകരമായിട്ടുള്ള ജീവിത സാഹചര്യമാണ് കേരളത്തിലെ പട്ടികജാതി പട്ടികവർഗ ജനവിഭാഗത്തിൻ്റേത്. എത്രയോ പതിറ്റാണ്ടുകളായി കോടിക്കണക്കിന് രൂപ പട്ടികജാതി വർഗ മേഖലയിൽ വികസനത്തിന് വകയിരുത്തുന്നു എങ്കിലും ഇതൊന്നും ഈ സമൂഹത്തിൻ്റെ ഗുണപരമായിട്ടുള്ള മാറ്റങ്ങൾക്ക് വിനിയോഗിക്കുന്നില്ല എന്ന യാഥാർത്ഥ്യം നമ്മുടെ മുന്നിലുണ്ട്. കഴിഞ്ഞ കുറേ നാളുകളായി പട്ടികജാതി ക്ഷേമത്തിനു വേണ്ടി വകയിരുത്തുന്ന ഫണ്ടുകളുടെ വിനിയോഗത്തിൽ അതിഗുരുതരമായിട്ടുള്ള ക്രമക്കേടുകളും അതുപോലെ തന്നെ കൃത്യവിലോപവുമാണ് നടന്നു വരുന്നത്. നമ്മളെ ഏവരെയും ഞെട്ടിപ്പിക്കുന്ന ഒരു വസ്തുതയാണ് ഈ കഴിഞ്ഞ ജനുവരി മാസത്തിൽ പുറത്തിറങ്ങിയ നമ്മുടെ സാമ്പത്തിക അവലോകന റിപ്പോർട്ടിൽ ഉള്ളത്. സാമ്പത്തിക അവലോകന റിപ്പോർട്ട് 2024 സംസ്ഥാന സർക്കാരിൻ്റെ ആധികാരിക രേഖയാണ്. അതിൻ്റെ 310 പേജ്, ആ പേജിൻ്റെ കോപ്പി മാധ്യമപ്രവർത്തകർക്ക് നമ്മൾ തന്നിട്ടുണ്ട്. ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന വിവരമാണ് ആ പേജിൽ സംസ്ഥാന സർക്കാർ തന്നെ പറയുന്നത്. 2017 മുതൽ 2024 വരെ, അതായത് 2017-18 സാമ്പത്തിക വർഷം മുതൽ 2024 ഒക്ടോബർ വരെ കേരളത്തിലെ പട്ടികജാതി ജനതയുടെ ആവശ്യങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാൻ പട്ടികജാതി ക്ഷേമ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കുന്നതിനു വേണ്ടി പട്ടികജാതി ഉപപദ്ധതിയിൽപ്പെടുത്തി 22,817.39 കോടി രൂപയാണ് സംസ്ഥാന ബജറ്റിൽ നിന്നും വകയിരുത്തിയത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ സംസ്ഥാന ബജറ്റിൽ നിന്നും പട്ടികജാതി ഉപപദ്ധതിയിലേക്ക് 22,817 കോടി രൂപ വകയിരുത്തി എന്ന് പറയുന്ന സമയത്ത് പട്ടികജാതി ഉപപദ്ധതിയുടെ പ്രാധാന്യം മനസ്സിലാക്കണം. പട്ടികജാതി ഉപപദ്ധതിയുടെ പ്രത്യേകത 1979 രാജ്യത്ത് നടപ്പിലാക്കിയ പ്രത്യേക നിയമമാണത്. 1974 അന്നത്തെ ആസൂത്രണ കമ്മീഷൻ്റെ ശുപാർശ പ്രകാരം പദ്ധതികൾ പട്ടികജാതി പട്ടികവർഗ ജനതയ്ക്ക് ഏറ്റവും ഗുണകരമായി നടപ്പിലാക്കാൻ കഴിയണമെങ്കിൽ പ്രത്യേക സാമ്പത്തിക പദ്ധതികൾ ബജറ്റിനപ്പുറത്ത് വേണമെന്ന് 74 പ്ലാനിംഗ് ബോർഡ് ശുപാർശ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് 79 പ്രത്യേക പട്ടികജാതി ഉപപദ്ധതി പട്ടികജാതി മേഖലയിലും ട്രൈബൽ സ്പെഷ്യൽ പ്ലാൻ പട്ടികവർഗ മേഖലയിലും അന്ന് ദേശീയ ഗവൺമെൻറ് നടപ്പിലാക്കിയത്. ഇത് രാജ്യത്ത് പ്രാവർത്തികമാകുന്നത് 80-85 പഞ്ചവത്സര പദ്ധതി കാലത്താണ്. 2006 അന്ന് SCP ആയിരുന്ന സ്പെഷ്യൽ കമ്പോണൻ്റ് പ്ലാനായിരുന്ന പട്ടികജാതി ഉപപദ്ധതി അത് 2006 പേര് മാറ്റി ഷെഡ്യൂൾഡ് കാസ്റ്റ് സ്പെഷ്യൽ പ്ലാനെന്ന് അത് മാറ്റി. 2017 നരേന്ദ്രമോദി ഗവൺമെൻറ് ഇത് കൂടുതൽ ശക്തമാക്കി. അതായത് അനുവദിക്കപ്പെടുന്ന ഒരു പണം പോലും ചെലവഴിക്കപ്പെടാതെ പോരുതെന്നും ജനസംഖ്യ ആനുപാതികമായി ബജറ്റിൽ നിന്നും വിഹിതം വകയിരുത്തണമെന്നും 2017 2022 കേന്ദ്ര ഗവൺമെൻറ് കർശനമായ നിർദ്ദേശങ്ങൾ സംസ്ഥാനത്ത് നൽകുകയുണ്ടായി. ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ, അതായത് പട്ടികജാതി ഉപപദ്ധതി എന്ന് പറയുന്ന സമയത്ത് അത് ഭരണഘടനാപരമായിട്ടുള്ള ഒരു നടപടിയുടെ ഭാഗമായി ഉണ്ടായ ഒരു പദ്ധതിയാണ്. ആ പദ്ധതിയിൽ വകയിരുത്തുന്ന തുക പൂർണ്ണമായും പട്ടികജാതി ജനതയുടെ ക്ഷേമത്തിനും ഉന്നമനത്തിനും വേണ്ടി ചെലവഴിക്കേണ്ടതാണ്.
ഒരു പണം പോലും അതിൽ ലാപ്സാക്കാൻ വേണ്ടി പാടില്ല. അതിൽ പണം വകയിരുത്തുന്നത് ജനസംഖ്യാപരമായ കണക്കെടുത്ത് അതിനാനുപാതികമായിട്ടാണ്. കേരളത്തിൽ ആകെ ബജറ്റ് വിഹിതത്തിൻ്റെ ബജറ്റിൻ്റെ പ്ലാൻ ഫണ്ടിൻ്റെ 9.81% പട്ടികജാതി ജനസംഖ്യയുടെ ആനുപാതിക കണക്കാക്കി വകയിരുത്തുന്നത്. അത് ജനസംഖ്യയുടെ ആനുപാതികമായിട്ടാണ് വകയിരുത്തുന്നത്. അത് ഭരണഘടനാപരമായിട്ടുള്ള വ്യവസ്ഥയാണ്. 79 ഉണ്ടാക്കിയ SCP നിയമത്തിൻ്റെ ചട്ടമാണ്. അപ്പോൾ ഈ നിയമങ്ങൾക്കും ചട്ടങ്ങൾക്കും വിധേയമായിട്ടാണ് പട്ടികജാതി ഉപപദ്ധതിയിൽ തുക വകയിരുത്തുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, അത്തരത്തിൽ വകയിരുത്തുന്ന തുകയുടെ ഒരു പണം പോലും ചെലവഴിക്കപ്പെടാതിരിക്കാനോ വകമാറ്റി ചെലവഴിക്കാനോ അല്ലെങ്കിൽ പാഴാക്കുവാനോ ഒരു ഗവൺമെൻറ് ഏജൻസിക്കും ഗവൺമെൻറ്റിനും അധികാരമില്ല. അങ്ങനെ എവിടെയെങ്കിലും ചെയ്താൽ അത് കുറ്റകൃത്യമായി കണ്ട് അതിനെതിരെ നടപടിയെടുക്കാനും കർശനമായി അത് തടയാനുള്ള നിയമം വരെ ഉണ്ടാക്കാനുള്ള അധികാരം സംസ്ഥാന സർക്കാരുകൾക്ക് കൊടുക്കുന്നുണ്ട്. ഇവിടെ നടന്ന ഏറ്റവും ഗുരുതരമായിട്ടുള്ള സാഹചര്യം 2017-18 മുതൽ 2024 ഒക്ടോബർ മാസം വരെ പട്ടികജാതി ക്ഷേമ പദ്ധതികൾക്ക് വേണ്ടി, അതായത് പട്ടികജാതി ജനവിഭാഗത്തിൻ്റെ വിദ്യാഭ്യാസം, അതുപോലെ തന്നെ അവരുടെ കോളനികളിലെ അടിസ്ഥാന സൗകര്യ വികസനം, പട്ടികജാതി യുവാക്കളുടെ തൊഴിൽ, വിദ്യാഭ്യാസം, ഇത്തരത്തിലുള്ള വീട്, ഇതുമായി ബന്ധപ്പെട്ട എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും വരും. ഇത്തരത്തിൽ പട്ടികജാതി വിഭാഗത്തിൻ്റെ സമഗ്ര പുരോഗതിക്ക് വേണ്ട പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കാൻ വകയിരുത്തിയ 22,817.39 കോടി രൂപ. ആ 22,817.39 കോടി രൂപയിൽ നമുക്കറിയാം ഇത് ചെലവഴിക്കുന്നത് രണ്ട് തരത്തിലാണ്. ഒന്ന് തദ്ദേശ സ്ഥാപനങ്ങൾ വഴി ചെലവഴിക്കും, മറ്റൊന്ന് പട്ടികജാതി വകുപ്പ് നേരിട്ട് ചെലവഴിക്കും. അതിൽ പട്ടികജാതി വകുപ്പിന് കൊടുത്തത് 12,536.04 കോടി രൂപയാണ്. തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കൊടുത്തത് 10,281 കോടി രൂപയാണ്. ഈ തുകയെല്ലാം ചെലവഴിക്കേണ്ടതായിരുന്നു. പക്ഷേ പട്ടികജാതി വികസന വകുപ്പ് ചെലവഴിച്ചത് 9,017.73 കോടി രൂപയാണ്. 3,518.31 കോടി രൂപ അവരത് പാഴാക്കി. അതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ 7,341 കോടി രൂപയാണ് ചെലവഴിച്ചത്. 2,940 കോടി രൂപ അവർ പാഴാക്കി. ആകെ കഴിഞ്ഞ 8 വർഷം സംസ്ഥാന സർക്കാർ പട്ടികജാതി ഉപപദ്ധതിയിൽ വകയിരുത്തിയതിൽ 6,458.66 കോടി രൂപ ചെലവാക്കാതിരിക്കുകയോ, അതായത് പാഴാക്കുകയോ വകമാറ്റി ചെലവഴിക്കുകയോ അല്ലെങ്കിൽ വെട്ടിക്കുറയ്ക്കുകയോ ചെയ്തിട്ടുണ്ട്. ഇത് ഭരണഘടനയ്ക്ക് നിരക്കുന്നതല്ല. ഇത് പട്ടികജാതി ജനതയോടുള്ള ഏറ്റവും ക്രൂരമായിട്ടുള്ള വഞ്ചനയാണ്. കേരളത്തിലെ പട്ടികജാതി സമൂഹം പുരോഗതിയിലേക്ക് ഉയർന്നു വരാനുള്ള എല്ലാ സാധ്യതയും സംസ്ഥാന ഗവൺമെൻറ് ഇല്ലാതാക്കുകയാണ്. വ്യക്തമായ ഗവൺമെൻറ്റിൻ്റെ രേഖ, സർക്കാരിൻ്റെ സാമ്പത്തിക അവലോകന റിപ്പോർട്ട് തന്നെ നമ്മുടെ മുന്നിലുണ്ട്. ഇത് ഏറ്റവും വലിയ കൊടിയ വഞ്ചനയാണ് ഗവൺമെൻറ് കാട്ടിയിട്ടുള്ളത്. ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത പണിയാണ് ചെയ്തിട്ടുള്ളത്. ഈ 6,458 രൂപ, ഈ 6,458 കോടി രൂപ ഇത് എവിടെ പോയി എന്നതിനെ സംബന്ധിച്ച് സമഗ്രമായ അന്വേഷണം വേണം. ഈ പണം വകമാറ്റി ചെലവഴിച്ചതാണോ, ഈ പണം ആരെങ്കിലും വെട്ടിയെടുത്തുകൊണ്ട് പോയതാണോ, ഈ പണം പാഴാക്കിയതാണോ എന്നതിനെ സംബന്ധിച്ച് സമഗ്രമായിട്ടുള്ള അന്വേഷണത്തിന് ഗവൺമെൻറ് തയ്യാറാകണം. ഇനിയെങ്കിലും ഇത്തരത്തിലുള്ള പട്ടികജാതി വഞ്ചന അവസാനിപ്പിക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകണമെന്ന് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുകയാണ്. കഴിഞ്ഞ 3 വർഷമായി കേരളത്തിലെ പട്ടികജാതി വിദ്യാർത്ഥികൾക്ക്, ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പോലും സ്കോളർഷിപ്പും വിദ്യാഭ്യാസ ആനുകൂല്യങ്ങളും കൊടുക്കാൻ ഈ ഗവൺമെൻറ്റിന് കഴിയുന്നില്ല. പാർപ്പിട പദ്ധതികളെല്ലാം നിലച്ചിരിക്കുകയാണ്. പാർപ്പിട പദ്ധതികൾ ഒന്നും നടക്കുന്നില്ല. പട്ടികജാതി കോളനികളിൽ ഏറ്റവും കൂടുതൽ പണിതീരാത്ത വീടുകളാണെന്നുള്ളത്. എല്ലാ ക്ഷേമ പദ്ധതികളും നിലച്ചിരിക്കുന്നു. ഈ സാഹചര്യത്തിലാണ് അനുവദിക്കപ്പെടുന്ന പണം പോലും ചെലവഴിക്കാതെ വകമാറ്റുകയും അതുപോലെ തന്നെ വെട്ടിക്കുറയ്ക്കുകയും ഒക്കെ ഈ ഗവൺമെൻറ് ചെയ്യുന്നത്. ഇത് അടിയന്തരമായി അവസാനിപ്പിക്കണമെന്ന് ഭാരതീയ ജനതാ പാർട്ടി ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെടുന്നു. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ടത്, നമുക്കറിയാം ഈ നടപ്പ് സാമ്പത്തിക വർഷത്തിൽ നമ്മൾ ചർച്ച ചെയ്ത കാര്യമാണ്. ഈ നടപ്പ് സാമ്പത്തിക വർഷത്തിൽ 2024-25 സാമ്പത്തിക വർഷത്തിൽ വിവിധ പട്ടികജാതി ക്ഷേമ പദ്ധതികൾക്കായി 1,370 കോടി രൂപ വകയിരുത്തിയിരുന്നു. അതിൽ
2025 ജനുവരി 1 ഗവൺമെൻറ് ഒരു ഉത്തരവിറക്കി, ഗവൺമെൻറ് ഓർഡർ. ഇത് ആ ഗവൺമെൻറ് ഓർഡറിൻ്റെ കോപ്പിയാണ്. 2025 ജനുവരി 1 ഗവൺമെൻറ് പുറത്തിറക്കിയ ഉത്തരവിൻ്റെ കോപ്പിയാണ്. ഈ ഉത്തരവ് പ്രകാരം 20 വിവിധ ക്ഷേമ പദ്ധതികൾക്ക് അനുവദിച്ചിരുന്ന തുകയുടെ 449 കോടി രൂപ വെട്ടിക്കുറച്ചു. അപ്പോൾ ഇതൊക്കെ തന്നെ ഭരണഘടനാ വിരുദ്ധമാണ്. മുൻകാലങ്ങളിൽ ഒരിക്കലും കാണാത്ത രീതിയിലാണ് പട്ടികജാതി ക്ഷേമത്തിന് വേണ്ടി അനുവദിക്കുന്ന ഫണ്ടുകൾ ഇങ്ങനെ ക്രമാതീതമായി വെട്ടിക്കുറച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ഈ ജനതയോടുള്ള ഏറ്റവും വലിയ വഞ്ചനാപരമായ നിലപാടാണ്. ആലപ്പുഴയിൽ KPMSൻ്റെ സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ബഹുമാന്യനായ മുഖ്യമന്ത്രി വലിയ അവകാശവാദം ഉന്നയിച്ചു. അദ്ദേഹം പറഞ്ഞത് ഭരണഘടനാപരമായി അനുവദിക്കേണ്ടതിന് കൂടുതൽ തുക ഞങ്ങൾ പട്ടികജാതിക്കാർക്ക് വേണ്ടി അനുവദിക്കുന്നു എന്നുള്ളതാണ്. അദ്ദേഹം ഉദ്ദേശിച്ചത് 9.1% ജനസംഖ്യ ആനുപാതികമായി ടോട്ടൽ ബജറ്റിൽ നിന്നും പ്ലാൻ ഫണ്ടിൽ നിന്നും വകയിരുത്തേണ്ടത്. പക്ഷേ 9.8% ഞങ്ങൾ വകയിരുത്തുന്നുണ്ട്. പക്ഷേ ചെലവഴിക്കുന്നത് അതിൻ്റെ 50% പോലുമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഏറ്റവും ഗുരുതരമായ ഒരു സാമൂഹ്യ പ്രശ്നമാണിത്. പട്ടികജാതി ഫണ്ട് വിനിയോഗത്തെ സംബന്ധിച്ച് ഏറ്റവും കൃത്യമായ ഗൗരവതരമായിട്ടുള്ള അന്വേഷണങ്ങൾ ഉണ്ടാകണം. ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുന്നത് 2017-ലും 2022-ലും കേന്ദ്ര സർക്കാർ കൃത്യമായ മാനദണ്ഡങ്ങൾ ഈ ഫണ്ടിൻ്റെ വിനിയോഗത്തെ സംബന്ധിച്ച് പറഞ്ഞിരുന്നു. ഇത് പട്ടികജാതി ജനതയുടെ അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള ഫണ്ടാണ്. ഒരു തുക പോലും, ഒരു പണം പോലും ഇതിൽ നിന്ന് വകമാറ്റാനോ അതുപോലെ തന്നെ മറ്റു കാര്യങ്ങൾക്ക് ഉപയോഗിക്കാനോ പാഴാക്കാനോ ഉള്ള അധികാരമില്ല. അതുകൊണ്ട് കേരളത്തിൽ തുടർച്ചയായി പട്ടികജാതി ഫണ്ടുകൾ ഇത്തരത്തിൽ ദുരുപയോഗം ചെയ്യുന്ന സാഹചര്യത്തിൽ കേരളത്തിൽ ഈ ദുരുപയോഗം തടയാൻ വേണ്ടി പട്ടികജാതി ക്ഷേമ ഫണ്ടുകൾ, പട്ടികജാതി ഉപപദ്ധതിയിൽ നീക്കിവെക്കുന്ന പണം അത് കൃത്യമായി പട്ടികജാതി സമൂഹത്തിൻ്റെ ക്ഷേമത്തിന് വേണ്ടി വിനിയോഗിക്കപ്പെടാൻ വേണ്ടി, അത് ഉറപ്പുവരുത്താൻ വേണ്ടി ശക്തമായിട്ടുള്ള നിയമനിർമ്മാണം കൊണ്ടുവരുവാൻ ഗവൺമെൻറ് തയ്യാറാകണം. പട്ടികജാതി ഫണ്ട് വകമാറ്റുന്നതും അതുപോലെ തന്നെ പാഴാക്കുന്നതും ചെലവഴിക്കാതിരിക്കുന്നതുമൊക്കെ തടയുന്നതിന് വേണ്ടിയിട്ടുള്ള ശക്തമായ നിയമം കേരളത്തിൽ കൊണ്ടുവരണമെന്ന് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുകയാണ്.